എല്ലാവർക്കും നമസ്കാരം. ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് കറണ്ട് റേഷ്യോ നമ്മൾ നോക്കി അതിൻ്റെ ആക്ഷൻസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അതിൽ ഞാൻ ഒരു റിയാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സാണ്. അതായത് കറണ്ട് റേഷ്യോ കുറവാണെങ്കിൽ, 1ൽ കുറവാണെങ്കിൽ, അതായത് നമ്മുടെ ഷോർട്ട് ടേം ലയബിലിറ്റീസ് ഷോർട്ട് ടേം അസറ്റ്സിനെക്കാട്ട് കൂടുതലാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട ആക്ഷൻസാണ് നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ നമ്മളതൊരു റിയാക്റ്റീവ് തിങ് ആണ് നമ്മൾ ആ ചെയ്തത്. നമുക്ക് പ്രൊവാക്റ്റീവായിട്ട് എന്ത് ചെയ്യാമെന്നുള്ളതും കൂടി അതിൽ ആഡ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളുടെ കറണ്ട് അസറ്റ്സ്, എന്തുകൊണ്ടാണ് കറണ്ട് അസറ്റ്സിൻ്റെ വാല്യൂ താഴെ വരുന്നതെന്ന് അത് അതിൻ്റെ വാല്യൂ കുറയാനുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബൈ ചെയ്യുന്ന പോയിന്റ് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഒരു മൂവ് ചെയ്യാത്ത ഐറ്റംസ് കഴിയാവുന്നത്ര നമ്മൾ ബൈ ചെയ്യരുത്. ഇനി അതല്ല, നമുക്ക് ഒക്കേഷണലി മൂവിങ് ആയിട്ടുള്ള ഐറ്റംസ് കാണാം. അപ്പോൾ ഇപ്പോൾ ഒരു കസ്റ്റമർ ഒക്കേഷണലി മൂവ് ചെയ്യുന്ന ഒരു ഐറ്റം വാങ്ങാനായിട്ട് വന്നു. അത് ആ ഐറ്റം അവിടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ ആ ഷോപ്പിൽ പിന്നെ വരണം എന്നില്ല. കാരണം പല ഐറ്റംസും അവിടെ ഇല്ല. ഇത് നമ്മൾ ജനറലായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒക്കേഷണലായിട്ട് മൂവ് ചെയ്യുന്ന ഐറ്റംസും നമുക്ക് വേണം. അപ്പോൾ അത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒക്കേഷണലി മൂവിങ് ഐറ്റംസിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ച് വെക്കുക. വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസിൽ മാത്രം ഒക്കേഷണലി മൂവിങ് ഐറ്റംസ് വാങ്ങിക്കുക. അതുപോലെ ഈവൻ ഫാസ്റ്റ് മൂവിങ് ആണെങ്കിലും ഒരുപാട് സ്റ്റോക്ക് അക്യൂമുലേറ്റ് ചെയ്യുന്നതും ശ്രദ്ധിച്ച് വേണം. കാരണം നമ്മളുടെ ഒരു ബിസിനസ്സിൻ്റെ ലാൻഡ്സ്കേപ്പ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ഫാസ്റ്റ് മൂവിങ് ഐറ്റം നാളത്തെ ഒരു ഫാസ്റ്റ് മൂവിങ് ഐറ്റം ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ബൈയിങ് പോയിൻ്റാണ് നമ്മളുടെ കറണ്ട് അസറ്റ് ഹെൽത്തിൽ ഏറ്റവും വളരെ ഒരു റെലവൻ്റ് ആയിട്ട് വരുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ബൈയിങ് പോയിൻ്റാണ്. ബൈയിങ് പോയിന്റിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കും. അപ്പോൾ ഇതൊരു ടിപ്പാണ്. ഞാൻ കൂടുതൽ ഒരു തോട്ട്സ് ഞാൻ വരുന്ന വീഡിയോകളിൽ പ്രൊവാക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. താങ്ക് യു.